അണ്ണാ നമുക്കിതൊന്ന് കറങ്ങാൻ പോയാലോ? കറങ്ങാനാ? ഞാനില്ലടാ, എനിക്കിപ്പം എന്തോ പോലെ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ കിടക്കട്ടെ, നീ എന്തായാലും പോയി ഇറങ്ങിയിട്ട് പോയി. ഗൈസ് അണ്ണ കറങ്ങാനില്ലെന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. ഗൈസ് എന്തോ ക്ഷീണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ അറിയില്ല, ഇവിടെ സ്റ്റെപ്പ് ചാടി കറങ്ങാനായിട്ട്. അതായത് നമുക്കൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാണ്. എനിക്ക് പോകണമെന്നൊന്നും എനിക്ക് അറിയില്ല. നാളെ നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാം ഗൈസ്, അത് സുഖമാണ്. നമുക്ക് നേരെ പോകാൻ ആൾക്കാർ അങ്ങനെ കളിക്കണം വേണ്ട കേസാവും. നമുക്കങ്ങനെ പോവാം, നമുക്കിങ്ങനെ ചുറ്റി കറങ്ങാം. ഈ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടക്കണം, അത് ഓടണം, നടക്കാന്ന് പേടിപ്പിച്ചാലോ. ഈ ചെങ്ങായി പെട്ടെന്ന് പേടിച്ചിട്ട് പിന്നെ പോയിട്ട് അതേ എന്നെ അടിക്കാനാണല്ലോ. ഈ എന്നെ അടിച്ചല്ലേ? ഓക്കെ, ഇതൊന്ന് നിലത്തിറങ്ങി പ്ലീസ്, ഇതൊന്ന് നിലത്തിറങ്ങണല്ലോ പ്ലീസ്. ഇതെന്താ എന്തോ കളി, എന്തോ ഒരു സാധനം എടുക്കാവുന്നത്, എന്താ അറിയില്ല. നമുക്ക് എടുത്ത് കടിച്ചെടുത്ത് നമുക്ക് കണ്ണെടുത്ത് കൊണ്ടേ കൊടുക്കാം. ഈ സൈഡിൽ ഞാൻ കടിച്ചെടുത്ത് കൊണ്ടുപോകാതാ വല്ലത് വേറെ അറിയില്ല. എന്നാൽ അമ്മൻ്റെ അടുത്തോടെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം കേസ്. എന്നാന്ന് അണ്ണൻ്റെ ചോദിച്ചോക്കാം. എൻ്റെ ബാക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട് കേസ്. അപ്പോൾ അണ്ണൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. എനിക്കെന്താ വായിക്കാനൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം. അണ്ണ എന്താണ് പറയാം? അണ്ണ ഫ്രാങ്ക്ലിൻ അണ്ണ ഇറങ്ങി വന്ന എൻ്റെ അടുത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്നാ വാ അണ്ണ, ഒന്ന് വേഗം ഇറങ്ങി വായോ. പിന്നെ തുടങ്ങി. ഞാൻ നിന്നോടല്ല ഞാൻ പറയണം, ഞാനില്ല അപ്പം കറങ്ങാന്ന്. ഞാൻ എന്താ വരുന്നത്, നിങ്ങളൊന്ന് കാണിച്ചു തരാം ഗേസ്. അവൻ എൻ്റെ അടുത്തൊരു ഡ്രോയിങ് പാഡ് വന്നിട്ടുണ്ട് ഗേസ്. എൻ്റെ ബാക്കിലെന്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ച് നോക്കട്ടെ. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് വരച്ചാലും അത് യഥാർത്ഥ ലൈഫിൽ സ്പോണാവുന്നുണ്ട്. ഇത് കള്ളത്തരവും ഗീസിൻ്റെ ഉടായിപ്പാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ വരുന്നു. എന്തായാലും നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ കൈസറേ, നീ എന്താ പറയണത്? ആളാ, എന്നാൽ ശരി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ബൈക്ക് ഒന്നുമില്ല, അപ്പോൾ ഞാൻ ഒരു ബൈക്ക് വരയ്ക്കാൻ പോവാണെന്ന്. ആടാ ശരി, ഞാൻ ബൈക്ക് വരയ്ക്കാം ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ ഡ്രോയിങ് പാഡൊക്കെ എടുത്തിട്ടുണ്ട്. ഏത് ബൈക്ക് വരയ്ക്കും? നിഞ്ച വരയ്ക്കാം. ആടാ നിഞ്ച, അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമോ അറിയില്ല, കുറച്ച് പാടാണ്. എന്നാലൊന്ന് വരച്ച് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഞാൻ ഫ്രണ്ടത്തെ ഗ്ലാസ് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഒരു ചില്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും മുമ്പിൽ. ഓക്കെ, അത് ഞാൻ വരയ്ക്കുകയാണ്. അത് എന്തായാലും കുറേ നേരം എടുക്കും. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഗൈസ്, വരയ്ക്കാൻ പറ്റുമോ എന്ന്. സോ ഗൈസ്, അപ്പോൾ ഏതാണ്ട് നിഞ്ച പോലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കളർ എടുക്കുന്ന പരിപാടിയാണ്, അതങ്ങ് കൊടുക്കാം ഗൈസ്. ടയറിനൊക്കെ കളർ എടുക്കണം, ചില ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കാം ഗൈസ്. ഈ ഒരു കളറ് രസം ഉണ്ടാവും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായി വിചാരിക്കുന്നു. ഒരു ഹാൻഡിൽ വരച്ചില്ലേ? ഓക്കെ, ഇതെല്ലാം സെറ്റായി. ഹാൻഡിൽ വരച്ചിട്ടില്ല, ഹാൻഡിൽ വരച്ചിട്ടില്ല. നമുക്ക് ഹാൻഡിൽ വരയ്ക്കട്ടെ. അങ്ങനെ ഒന്ന് ഹാൻഡിൽ വരയ്ക്കട്ടെ, അതിനായിട്ട് വട്ടം ഇതൊക്കെ എടുത്ത്. ഓക്കെ, ഹാൻഡിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിലും കൂടി വരുന്ന കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. 3, 2, 1 ഗോ ഗൈസ്. വാട്ട് ഗൈസ്, ഇത് റിയൽ ലൈഫിലോട്ട് വന്നു. പക്ഷെ ഞാൻ വരച്ച അതേപോലെ തന്നെ ഉണ്ട് ഗൈസ്. ഇതേ കണ്ടോ ടയറിൻ്റെ ഒക്കെ അവിടെ? ഓ ഗൈസ്, അപ്പം ഇത് റിയലാണ് ഗൈസ്. എൻ്റെ മോനെ, എന്നാ പിന്നെ പൊളിക്കും ഗൈസ്. ഞാൻ ഇനി ഈ ബൈക്കിലോട്ടൊന്ന് കയറട്ടെ. എൻ്റെ മോനെ ഗൈസ്, ഇത് വർക്കാവോ? ഓക്കെ, ഞാൻ ഗൈസ് വണ്ടി ഓടിക്കാൻ പറ്റും ഗൈസ്. ഇത് റിയൽ വണ്ടിയാണ്, ഫേക്കൊന്നുമല്ല. എൻ്റെ മോനെ ഗൈസ്, ആ ഡ്രോയിങ് പാഡ് കറക്റ്റ് ആയിട്ടാണ്. കൈസറ നീ അവിടെ നിന്നോട്ടെ, എങ്ങോട്ടും പോകല്ലേ. ഞാൻ ഈ വണ്ടി എടുത്തൊന്ന് കറങ്ങാൻ പോവാം. കുറേയൊന്നും കറങ്ങുന്നില്ല ഗൈസ്. ആ ഡ്രോയിങ് പാഡിൽ ഞാൻ കുറച്ച് ഡ്രോയിങ് കൂടി വരയ്ക്കും. ആദ്യം ഞാൻ വണ്ടി എടുത്ത് ഗൈസ് ഒന്ന് സ്പീഡൊക്കെ ഒന്ന് പറയും. എൻ്റെ മോനെ ഗൈസ്, നല്ല സ്പീഡ്. ഊഫ്, എൻ്റെ അമ്മയെ. ഊഫ്, ഇതൊരു കൺട്രോൾ ഇട്ടില്ല ഗൈസ്, നല്ല സ്പീഡാണ്. ഇതൊരു കൺട്രോൾ ഇല്ലതാ. ഓക്കെ, എടുത്ത് ഭാഗത്തോടെ ഓവർടേക്ക് ചെയ്ത്. യു ആർ തെറ്റിക്കലി റൂൾ. ഞാനെന്താ ഇത് കൂടെ അത് കൂടെയാണ് ഇപ്പോൾ ഓടിക്കണേ. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറന്ന് വീട്ടിലേക്ക് പോവാം ഗൈസ്. ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ നമ്മളെ കാര്യം തീരും. എന്നാലും കുഴപ്പമില്ല, അടിപൊളി വണ്ടി ഗൈസ്, സീന് വണ്ടി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ കൈസറാ, യശു അപ്പോഴേക്കും പോയാ? ഇതാണ് ഇവൻ്റെ കുഴപ്പം. ഓക്കെ, എടാ കൈസറ, ഇങ്ങോട്ട് വാട കൈസറ.
ഓ ഇവൻ വീട്ടിൻ്റെ അകത്ത് പോയി തോന്നുന്നു. ഭാഗത്ത് പോയാ ഇതാ നിൽക്കുന്നു. ഇതാ ഇറങ്ങണ എൻ്റെ കസേര കയറിയിരിക്കുന്ന നീ എന്താ കാട്ടി? ഓ അണ്ണ അപ്പോഴേക്കും തിരിച്ചാണ്. അണ്ണൻ പോയ ഗ്യാപ്പിൽ ഞാൻ അണ്ണൻ്റെ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കായിരുന്നു. അത് ശരി, ചെറിയ ഗ്യാപ്പ് കിട്ടിയ അപ്പോഴും നീ തുടങ്ങിയില്ലേ? എടാ വാടാ, നമുക്കൊരു കാര്യം കൂടി വരയ്ക്കാം. എന്താ അണ്ണ? ഞാൻ പറഞ്ഞുതരാം, നീ ഇപ്പോൾ വാ, പുറത്തോട്ട് വായോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല അണ്ണ, അണ്ണനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അണ്ണൻ്റെ ഫോർച്യൂണർ എവിടെ? ഫോർച്യൂണറാ? ആടാ, ഞാൻ പോകുമ്പോഴുണ്ടായിരുന്നല്ലോ. നീ അകത്ത് കയറിയ പേരിഷ്ടം കട്ടോണ്ടിട്ടുണ്ടാവും. അതൊന്നും ഇപ്പോൾ വിഷയമല്ല, നമുക്ക് ഡ്രോയിങ് പടെടുത്ത് വരയ്ക്കാം. വാടാ, ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന നീ കണ്ടോ? അതിനാണ് അണ്ണ എന്താ വരയ്ക്കുന്നത് എനിക്കൊന്ന് കാണണം. ഗേസ് അങ്ങനെ ഞാൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഞാനൊരു സൂപ്പറായിട്ട് വരയ്ക്കാൻ പോണത്. എന്തായാലും സൂപ്പറ മാർക്ക് 5 ഞാൻ വരയ്ക്കുന്നത്. അത് ചെറിയൊരു ടാസ്ക് ആവും ഗേസ്, അതും കുഴപ്പമില്ല, നമുക്ക് വരയ്ക്കാൻ നോക്കാം. അണ്ണ എന്തിനാ പേടിക്കണേ? ഇവർക്ക് നമ്മളെന്താ വരച്ചതെന്ന് മനസ്സിലാവണമെങ്കിൽ അത് ഇവർ കൊണ്ടുവരും. നേരത്തെ അന്ന് നിഞ്ച വരച്ചപ്പോൾ അതേപോലെ തന്നെ കൊണ്ടുവന്നില്ലല്ലോ. അവർ നിഞ്ചന് മനസ്സിലായിട്ട് കറക്റ്റ് നിഞ്ചനെ കൊണ്ടുവന്നില്ലേ? ഹാടാ ഈസറേ, അത് നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് വരയ്ക്കാം. അവർക്ക് മനസ്സിലാവണമെങ്കിൽ അതുപോലെ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വരയ്ക്കാം. ഗേസ് അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ സൂപ്പറൊക്കെ ഇപ്പോൾ കളർ കൊടുക്കുകയാണ്. ഇത് കണ്ട് സൂപ്പർ എന്നൊക്കെ തോന്നും, ബാക്ക് ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു. ഓക്കെ, ഇവിടെയൊക്കെ കുറച്ച് റെഡ് കൊടുക്കാം ഗേസ്. ഞാൻ ഇവിടെയൊക്കെ റെഡ് കൊടുക്കട്ടെ. ഇനി ഇവിടെ കുറച്ച് ഡാർക്ക് കളറിൽ റെഡ് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാവും. ഇവിടെയൊക്കെ ഒന്ന് കളർ കൊടുക്കണം ഗേസ്, അല്ലെങ്കിൽ ചിലപ്പോൾ കളറില്ലാതെ സ്പോണാവുന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇവിടെയും കൂടി റെഡ് കൊടുക്കാം ഗേസ്. ഫ്രണ്ട് ഭാഗം എന്തായാലും ഒരു ബ്ലാക്ക് വേണ്ട, ഗ്രേ കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല പോലെ ആയിരിക്കും. ഓക്കെ, ഒന്ന് കൊടുക്കട്ടെ. കറക്റ്റുള്ളിൽ തന്നെ ശരിയായി. ഇനി ടയറിനട്ട കൊടുക്കാനുള്ളത്, ടയറിന് ബ്ലാക്ക് കളറ്. അത് ഈസിയാണ്, എന്തായാലും എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നടുവിലും ബ്ലാക്ക് കളർ കൊടുക്കാൻ ഇത്രയും മതിയാകും നമുക്ക് നമ്മുടെ വണ്ടിക്ക്. അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വിട്ടുപോയി, അതും കൂടി കൊടുക്കട്ടെ. ഓക്കെ, ഇത്രയും മതിയാകും. നമുക്ക് ഇനി റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. 3, 2, 1. ഓക്കെ ഗൈസ്, ഞാൻ വരച്ചത് റിയൽ ലൈഫിലോട്ട് വന്നു ഗൈസ്. ടൊയോട്ട സുപ്ര MK5 ഗൈസ് വന്നു. അപ്പോൾ എന്താ അടിപൊളി ഗൈസ്. ഇതെന്താ എക്സോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ? വണ്ടി അകത്ത് ആരെങ്കിലുണ്ടോ? ഇങ്ങനെ വണ്ടി ഓണാണെന്ന് കുഴപ്പമില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരച്ച കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിലോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളി. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വരയ്ക്കാം ഗൈസ്. നമുക്ക് ഭയങ്കര റിച്ച് ആവാം. കൈസറ വാടാ, നമുക്ക് ഈ സൂപ്പർ എടുത്തിട്ട് ഒന്ന് കറങ്ങാം. കയറി സൂപ്പർ കയറാൻ കൂട്ടിയായി ഗൈസ്. നമ്മളാണെങ്കിൽ കറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ പണി ചെറുതായിട്ട് പാളി തോന്നി ഗൈസ്. വണ്ടി നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അമ്മേ, അപ്പോൾ വണ്ടിയാണ് പോയി. ഞാൻ നല്ല ആക്സിലേറ്റർ കൊടുത്തതാണ്. എന്നാലും വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. ഒരു സ്ക്രാച്ച് പോലും ഉണ്ടായിട്ടില്ല. ആ മരത്തിന് ആ ചുമരുമ്പോൾ പോയി ഡിച്ചാണ്, എന്നിട്ട് ഒരു സ്ക്രാച്ചും ഇല്ല. ഇത്രയും നല്ല അടിപൊളി വണ്ടിയാട്ടോ അത്. എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി നിന്ന് ഇറങ്ങാം. നല്ല അടിപൊളി വണ്ടി. കൈസറിഞ്ഞ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ വരയ്ക്കാനായിട്ട്? എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഹെലികോപ്റ്ററിൽ കയറണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ ഒന്നിനും കയറ്റാനില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്ററിനൊക്കെ കയറ്റാൻ പറ്റും. എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ ഡ്രോയിങ് പാഡില്ലേ, ഒരു ഹെലികോപ്റ്റർ വരച്ചിട്ട് എന്നെ കയറ്റി പറപ്പിക്കുമോ? ആണോ, ഞാൻ പറപ്പിച്ചു തരാം. ഇന്ന് ഹെലികോപ്റ്ററിൽ കയറ്റി തന്നെ പറപ്പിക്കാം. ഓക്കെ, അങ്ങനെ അവൻ്റെ ആഗ്രഹം ഹെലികോപ്റ്ററിൽ കയറി പറക്കണം എന്നാണ്. സെറ്റാക്കി തരണം പായോ, ഞാൻ ഇപ്പോൾ വരച്ചിട്ട് നമുക്ക് തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് വരച്ച് തുടങ്ങാം. പക്ഷെ ഞാൻ ആദ്യം ഒരു ലൈൻ വരയ്ക്കട്ടെ, സ്ട്രെയിറ്റ് ലൈന്. ഓക്കെ, വരച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നേരാക്കട്ടെ, ചെറുതാക്കാം. എളുപ്പം ശരിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്. ഞാൻ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിന് നീളം കൂട്ടാം ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു ഹെലികോപ്റ്ററാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലെ അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ഞാൻ കുറച്ച് ഞാനിങ്ങ് മായ്ച്ച് കളയാണ്ട് കേട്ടോ. അതൊന്ന് മായ്ക്കട്ടെ, സൈഡിലുള്ളതൊക്കെ ഒന്ന് മായ്ച്ച് കളയാണ്ട്. ഈ കേസ് ഞാൻ ആ സൈഡിലുണ്ടായിരുന്ന കുറച്ച് വട്ടം മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇവിടെ ഗ്ലാസ് വരയ്ക്കുകയാണ്. ഫ്രണ്ടിലുണ്ടാവുമല്ലോ ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസ്, അത് വരയ്ക്കുകയാണ്. ഓക്കെ, മതിയാവും. ഇത് മതിയാവും. ഓക്കെ,
നമുക്കിനി ഒന്നുകൂടി ഇങ്ങനെ ഗ്ലാസിൻ്റെ ബാക്കിയും വരയ്ക്കാം. ഓക്കെ, ഈ ഒരു വരി കൂടി നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നീളം ഇത്രയും മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ഞാൻ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സൈഡും ആണ് വരയ്ക്കാനുള്ളത് കേട്ടോ. നമുക്ക് ആ ബാക്കിൽ ഫാൻ എന്തൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് വരയ്ക്കാം. ഓക്കെ, ബാക്കിക്ക് ഞാൻ 2 വരയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വരച്ചങ്ങ് തീർക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അതിന് ഞാൻ ഇപ്പോൾ ഏതാണ്ട് തീർത്തിരിക്കുകയാണ്. കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ കൊടുക്കുന്നത്. കൈസറിന് ബ്ലാക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അല്ലല്ല കൈസറെ, എനിക്ക് ബ്ലാക്ക് ഹെലികോപ്റ്റർ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്റർ നമ്മൾ കൈസറിൻ്റെ ഇഷ്ടപ്രകാരം വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇനി ആ ഫാന്, അതായത് ആ ബ്ലേഡിന് കൂടി ഒന്ന് കളർ കൊടുക്കണം. അവിടെയും ബ്ലാക്ക് തന്നെയായിട്ട് കൊടുക്കണം ഞാൻ. ഓക്കെ, ബ്ലാക്ക് കൊടുക്കേണ്ട ആയി. ഇനി ബ്ലേഡ് നിൽക്കണ സ്ഥലം കൂടി ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ശരിയായിട്ടുണ്ടാവും. നമുക്ക് ഗ്ലാസ് ഒന്ന് കളർ കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെ വേണ്ട, കുറച്ചുകൂടി ലൈറ്റ് ഗ്രേ കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഹെലികോപ്റ്റർ ആയി ഗൈസ്. നമുക്കിപ്പോൾ ഹെലികോപ്റ്ററെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടെ അടുത്ത് ഹെലികോപ്റ്റർ എന്നൊന്ന് എഴുതി വയ്ക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹെലികോപ്റ്റർ. അയ്യോ കോപ്പറാ. ഓക്കെ, കോപ്പർ എന്നായിപ്പോയി. അത് കുഴപ്പമില്ല, അവന്മാർക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിത് റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം. 3, 2, 1. എന്തായാലും ഞാൻ വരച്ചതുപോലെ തന്നെ ഒരു കറുത്ത ഹെലികോപ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ തന്നെ മതി. എടാ കൈസറാ, നമുക്കിത് കയറി പറഞ്ഞാലോ? എനിക്കിപ്പോൾ തന്നെ കയറി പറക്കണം. നമ്മൾ റെഡി ആയി, നമുക്കിപ്പോൾ പറക്കാം. അങ്ങനെ ഹെലികോപ്റ്ററിൽ ഞാനും കൈസറും കയറി ഇരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഹെലികോപ്റ്റർ പറപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, ഹെലികോപ്റ്ററിൻ്റെ ഓണാക്കി. എന്തിനൊക്കെ ഞാൻ ഒരു സ്വിച്ച് പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് ഓണായിട്ടുണ്ടെങ്കിൽ നമുക്കിനി പറക്കാം ഗൈസ്. എൻ്റെ അമ്പോ പതുക്കെ ഓടിക്കാനായിട്ട് പേടിയാവേ. എന്തിനാടാ പേടിക്കണേ? പ്രോ ഡ്രൈവറല്ലേ ഓടിക്കണേ? അത് തന്നെയാണ് എൻ്റെ പേടി. എന്താണ്, എനിക്ക് ഹെലികോപ്റ്ററെ കുറിച്ച് നല്ല പരിചയമുണ്ട്. ദൈവം വെറുതെ പേടിപ്പിക്കല്ല എന്നെയും കൂടി. ഓക്കെ, എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഒത്തിരി കിടിലൻ വീഡിയോ വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.